ഹലോ എല്ലാവർക്കും നമസ്കാരം. മൊഡ്യൂൾ 1 ലാസ്റ്റ് പാർട്ട് ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സപ്ലൈ അനാലിസിസ്, ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ, എക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിനേഷൻ, എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ, കൺസ്യൂമർ സർപ്ലസ്, പ്രൊഡ്യൂസർ സർപ്ലസ് ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസ്. നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയിൽ ആളുകൾക്ക് ഒരുപാട് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട് എന്ന് പഠിച്ചു. പക്ഷേ ഈ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇക്കോണമിയിൽ ഗുഡ്സും സർവീസസും ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഈ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും അവൈലബിലിറ്റി അതിനെക്കുറിച്ച് പറയുന്നൊരു സെക്ഷനാണ് സപ്ലൈ അനാലിസിസ്. ദാറ്റ് മീൻസ് സപ്ലൈ റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫേർഡ് ഫോർ സെയിൽ at a given price in a specified period of time. In other words, it is the quantity of a commodity that a seller is willing to sell at a given price in a given period of time. ഒരു ടൈം ഡ്യൂറേഷൻ, ഒരു ടൈം പീരീഡിൽ ആ ഗിവൺ പ്രൈസിൽ, ഇക്കോണമിയിലുള്ള ആ ഗിവൺ പ്രൈസിൽ സെല്ലേഴ്സ് എത്ര എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓർ സർവീസ് സെയിൽ നടത്താൻ വില്ലിംഗ് ആകുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഏരിയയാണ് നമ്മൾ സപ്ലൈ അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അതിലൊന്ന് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. അതായത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസാണ് ആ കമ്മോഡിറ്റി ഇക്കോണമിയിൽ അവൈലബിൾ ആകുമോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ which determine the supply of a commodity. A seller will be willing to sell a larger quantity only at a higher price. സെല്ലറിനെ സംബന്ധിച്ച് എപ്പോഴും ഹൈ പ്രൈസ് ലഭിക്കുക എന്നുള്ളതാണ്. അതായത് പ്രൈസിലൂടെയാണ് അദ്ദേഹത്തിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഹൈ പ്രൈസിൽ അദ്ദേഹം എത്ര എമൗണ്ട് വേണമെങ്കിലും സെയിൽ ചെയ്യാൻ അദ്ദേഹം റെഡിയാണ്. അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ therefore പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ബൈ ദാറ്റ് സെല്ലർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സെയിം പ്രൊപ്പോർഷനിൽ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓർ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ്, അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് വെൻ പ്രൈസ് റൈസസ്, സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ഓൾസോ റൈസസ് ആൻഡ് വൈസ് വേഴ്സ. Next factor of determining the supply is price of factory inputs. നമുക്കറിയാം, നമുക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ട് വേണം ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു ഗുഡ്സോ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് നമുക്കറിയാം. പക്ഷെ ആ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് ഇൻപുട്സ് ആർ നീഡഡ്. അപ്പോൾ ഈ വെൻ പ്രൈസ് ഓഫ് എ ഫാക്ടറി ഇൻപുട്സ് ഇൻക്രീസസ്, ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓൾസോ ഇൻക്രീസസ്. നമുക്കറിയാം പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻപുട്സ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഹെൻസ് ഇറ്റ് മേ അഫക്റ്റ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് therefore സപ്ലൈ കംസ് ഡൗൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൈസ് ഓഫ് ഫാക്ടറി ഇൻപുട്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദ പ്രൈസ് ഓഫ് ഫാക്ടറി ഇൻപുട്ട് ഇൻക്രീസസ്, അന്നേരം ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രോഫിറ്റബിലിറ്റിനെ അത് ബാധിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. അപ്പോൾ സപ്ലൈ, ആ കമ്മോഡിറ്റിയുടെ സപ്ലൈ കുറയും. ആ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കമ്മോഡിറ്റിയുടെ സപ്ലൈ കുറയും. ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. ഇപ്പോൾ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആകും, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആകും. ഇഫ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ഗുഡ്സ് ഫോർ എ പ്രൊഡ്യൂസർ, യു ക്യാൻ പ്രൊഡ്യൂസ് എയ്തർ എക്സ് ഓർ വൈ. ഏത് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, എക്സ് ഓർ വൈ ഏത് പ്രൊഡക്ഷൻ വേണമെങ്കിലും അദ്ദേഹത്തിന് ചൂസ് ചെയ്യാം വിത്ത് ഹിസ് റിസോഴ്സസ്, അവന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട്. ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. When price of a commodity increases, the supply of other related commodity decreases because now it is profitable to produce the commodity for which the price has increased. ഏത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസാണ് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നത്, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ നമുക്കൊരു സെല്ലറെ സംബന്ധിച്ച്. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഓൾസോ ആൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ടു സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. Technology, when there is a technology improvement, cost of production decreases and hence supply increases. അതായത് നമുക്കറിയാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജി ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും.
Okay, same way, government policies. If the government increases the tax on a product, its supply decreases. Why? നമ്മുടെ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മുടെ പ്രൈസിലാണ് കയറി വരുന്നത്. അപ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഓട്ടോമാറ്റിക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ഡിക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓൺ ദി അതർ ഹാൻഡ് എ സബ്സിഡി മേ ഇൻക്രീസസ് ദ സപ്ലൈ ഓഫ് പ്രൊഡക്റ്റ്. സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ, അതായത് നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്താൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ റോ മെറ്റീരിയലിലും ആ ടാക്സ് വരും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻപുട്ട് ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യും. അതാണ് പറയുന്നത്. പക്ഷേ ഒരു സബ്സിഡിയാണ് ഗവൺമെൻറ് കൊടുത്തതെങ്കിൽ, ഗവൺമെൻറ് സബ്സിഡിയിലൂടെയാണ് സെല്ലേഴ്സിനെ അപ്രോച്ച് ചെയ്തതെങ്കിൽ, അതായത് ആ സബ്സിഡിയിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനും അദ്ദേഹത്തിന് ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ: പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ഫാക്ടറി ഇൻപുട്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടെക്നോളജി ആൻഡ് ഗവൺമെൻറ് പോളിസീസ്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ വെച്ച് നമുക്കൊരു സപ്ലൈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സപ്ലൈ ഫംഗ്ഷൻ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി സപ്ലൈ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് SX, അതായത് സപ്ലൈ ഓഫ് എക്സ് എന്ന കമ്മോഡിറ്റി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് സപ്ലൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PX, price of X, price of factor inputs, price of related goods, technology and government. Where price of X is price of X, this is the price of factor inputs, PR is the price of related goods, T is the technology, and G is the government policies like tax and subsidy. ഇനി നമുക്ക് ഒരു ലോ ഓഫ് സപ്ലൈ ഉണ്ട് പഠിക്കാനായിട്ട്. ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ദിസ് ലോ എക്സ്പ്രസസ് ദി റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞ നേരത്തെ ഒരു ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞ അതേ സെൻസിൽ തന്നെ മനസ്സിലാക്കുക. ലോ ഓഫ് സപ്ലൈ മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് supply of a commodity. This law states that other things remaining the same, price and quantity supplied of a commodity are directly proportional. Price increase ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നൊരു ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി തമ്മിലുള്ളത്. ദാറ്റ് ഈസ് വെൻ എ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി റൈസസ്, supply also rises. When price falls, supply also falls. The assumption other things remaining the same means that other factors which determine supply remains constant. മറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പിന്നെ പ്രൈസ് ഓഫ് ഫാക്ടറി ഇൻപുട്സ്, ടെക്നോളജി, ഗവൺമെൻറ് പോലുള്ള മറ്റ് ഫാക്ടേഴ്സൊക്കെ റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ അത് തമ്മിലുള്ള പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റിയും സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ലോയാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. സിൻസ് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എ ലീനിയർ സപ്ലൈ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് SX is equal to A plus B PX, where intercept A represents the supply when price is 0, when B is the slope of the supply curve. നമുക്കറിയാം സപ്ലൈ കർവ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈക്ക് ദിസ് ഒരു അപ്വേർഡ് ഷിഫ്റ്റ് സപ്ലൈ കർവ് ആയിരിക്കും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സ്ലോപ്പിനെ കാണിക്കുന്നതാണ് ആ B എന്ന വാല്യൂ. ഇനി ഒരു സപ്ലൈ ഷെഡ്യൂൾ തന്നാൽ, ഇപ്പോൾ പ്രൈസ് ഓഫ് എക്സ് പെർ യൂണിറ്റ് 1 2 3 4 5 എന്ന പ്രൈസിൽ ക്വാണ്ടിറ്റി സപ്ലൈ 10 20 30 40 ആൻഡ് 50, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് as price increases rupees 1 to rupees 5, quantity supply increases from 10 to 50 units. So from this supply schedule we can draw a supply curve like this. Slope upward from left to right, indicating this positive relation between price and quantity supplied. This SS is the supply curve. In expansion and contraction of supply, increase and decrease in supply. See, there are the changes, charges. There are the charges in quantity supplied of a commodity due to a change in its price. When price rises, supply also rises. Price increase ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, ഓൾസോ കോൾഡ്
This is called expansion of supply. That means when price rises, supply also rises. When price falls, supply also falls. This is called contraction. പ്രൈസിൽ കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്ന ഒരു സിറ്റുവേഷൻ. ദിസ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് സപ്ലൈ. ഇൻ ദ ഫിഗർ മൂവ്മെന്റ് ഫ്രം എ ടു ബി is expansion of supply and movement from A to C is contraction of supply. Increasing and decrease in supply means that there are the changes in supply due to the changes in factors affecting supply other than price. Price കൂടാതെയുള്ള മറ്റ് ഫാക്ടേഴ്സിന്റെ ചേഞ്ചസ് കൊണ്ടാണ് സപ്ലൈ ചേഞ്ച് വന്നതെങ്കിൽ that means that is the case of increasing and decreasing of supply. അതായത് increasing supply means that at the same price larger quantity is supplied. അതേ സെയിം പ്രൈസിൽ തന്നെ larger quantity supply ചെയ്യുന്നു because of the change of the other factors which are the influencing factors of the supply. And decrease in supply means at the same price lesser quantity is supplied. When supply increases, supply curve shift rightward, and when supply decreases, supply curve shift leftward. In the figure, the new supply curve S1 shows increasing Q to Q1 in supply, and S2 decreases in supply, Q2 in supply. അതായത് മറ്റ് ഫാക്ടേഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് പോളിസി, ടാക്സേഷൻ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പ്രൈസ് ഓഫ് ഫാക്ടർ ഇൻപുട്സിൻ്റെ ചേഞ്ച് കൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രൈസ് ഓഫ് ഫാക്ടർ ഇൻപുട്സ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്യും. ഇനി പ്രൈസ് ഓഫ് ഫാക്ടർ ഇൻപുട്ട് കൂടിയാൽ നമുക്ക് സപ്ലൈ കുറയും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് വാർഡിലോട്ട് ഡിക്രീസ് ചെയ്യും നമ്മുടെ സപ്ലൈ കർവ്. മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ ടോട്ടൽ ഒരു മാർക്കറ്റിലുള്ള ടോട്ടൽ സപ്ലൈ നമുക്ക് മാർക്കറ്റ് സപ്ലൈ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ സെല്ലേഴ്സും കൂടെ ഒരു കമ്മോഡിറ്റി മൊത്തത്തിൽ എത്ര സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും ടോട്ടൽ സപ്ലൈ നമുക്ക് എടുക്കാം. മാർക്കറ്റ് സപ്ലൈ കർവ്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി ഹൊറിസോണ്ടൽ സമ്മേഷൻ of individual supply curves, and a market supply curve can be derived graphically by the same method by which market demand curve is derived. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഡിറൈവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മാർക്കറ്റ് സപ്ലൈ കർവ്, അതായത് ഓരോ ഇൻഡിവിജ്വൽ സപ്ലൈയും നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സപ്ലൈ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ദാറ്റ് മീൻസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണെന്നല്ലേ. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഇസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈ അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്രമാത്രം സപ്ലൈ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് മെഷേഴ്സ് ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് സപ്ലൈ changes when there is a change in price. പ്രൈസിൽ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ എത്രത്തോളം ആ കമ്മോഡിറ്റിയുടെ സപ്ലൈ ചേഞ്ച് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ. മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിറ്റി സപ്ലൈയിൽ പെർസെൻറ്റേജ് മെത്തേഡിൽ പറയുന്നു, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. So price elasticity of supply ES is equal to percentage change in quantity supplied divided by percentage change in price of that commodity. ഇവിടെ P is the initial price, S is the supply, P1 is the changed price and S1 is the changed supply ആണെങ്കിൽ നമുക്ക് പറയാം ES supply is equal to S1 minus S divided S, that is change in quantity supplied അല്ലേ. ഇനി P1 minus P divided by P, that is change in its price. അപ്പോൾ ഇതിൽ P1 minus P എന്ന് പറഞ്ഞാൽ that is the change in price, ഡെൽറ്റ P ആയിട്ട് നമുക്ക് കണക്കാക്കാം. S1 minus Sനെ നമ്മൾ ഡെൽറ്റ S ആയിട്ട് എഴുതിയാൽ നമുക്ക് ഈ എസിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം, P by S into ഡെൽറ്റ S by ഡെൽറ്റ P. ഇനി ജോമെട്രിക് മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ഡിമാൻഡ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദിസ് ജോമെട്രിക് മെത്തേഡ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ അറ്റ് എ പോയിന്റ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ സപ്ലൈ കർവ് ഈസ്
the ratio of supply curve intersect on x-axis to the quantity supplied at that point. അതായത് x-axisൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതുവരെയുള്ള റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാം AQ ഈ ഗ്രാഫിൽ പറഞ്ഞ പോലെ AQ ഡിവൈഡഡ് ബൈ OQ എത്രത്തോളമാണ് നമ്മുടെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ദ പ്രൈസ് എന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി യൂഷ്വലി elasticity of supply is positive because of the positive relation between price and supply. നമ്മൾ ഓൾറെഡി പഠിച്ചു സപ്ലൈയും പ്രൈസും ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് elasticity of supply is greater than 1 ആണെങ്കിൽ it is more elastic supply. That is change in quantity supplied will be greater than change in price. Okay, any elasticity of supply less than 1 ആണെങ്കിൽ that is the case of less elastic supply. അതായത് change in quantity supplied will be less than change in price എന്നാണ് അർത്ഥം. ഇനി suppose elasticity of supply is equal to 1 ആണെങ്കിൽ that is the case of unit elastic supply. Change in quantity supplied will be equal to the change in its price എന്ന് പറയാം. ഇനി മറ്റ് എക്സ്ട്രീം കേസസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇൻഫിനിറ്റ് ടേംസിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതൊരു സീറോ ലെവലിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വെൻ സപ്ലൈ is perfectly elastic supply curve will be horizontal straight line parallel to the x-axis. When supply is perfectly inelastic supply curve will be the vertical straight line parallel to the y-axis. അതായത് നമുക്കൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ കർവ് ആണെങ്കിൽ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഉണ്ടാകുന്നത്. Unlike the case of demand, for all supply curve passes through y-axis, elasticity of supply will be greater than 1. For all supply curve passes through the origin, elasticity of supply will be equal to 1. അതായത് ഇപ്പോൾ സപ്ലൈ കർവ് passes through y-axis ആണെങ്കിൽ elasticity of supply will be greater than 1. സപ്ലൈ കർവ് passes through the origin ആണെങ്കിൽ, അതായത് സെൻട്രലിലാണെങ്കിൽ പ്രൈസ് elasticity of supply will be equal to 1. എക്സ് ആക്സിസിലൂടെയാണ് ഇലാസ്റ്റിറ്റി സപ്ലൈ കർവ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ലെസ് ദാൻ 1 എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. ലൈക്ക് ദിസ്, ഫസ്റ്റ് കേസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, സെക്കൻഡ് കേസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, ആൻഡ് ദ തേർഡ് വൺ യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ, ആൻഡ് ദിസ് വൺ ഈസ് ദ കേസ് ഓഫ് ഇലാസ്റ്റിക് ഓർ മോർ ഇലാസ്റ്റിക് സപ്ലൈ. കണ്ടോ, വൈ ആക്സിസിൽ ക്രോസ് ചെയ്ത് പോകുന്നു. ഇനി എക്സ് ആക്സിസിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന കേസ് ആണെങ്കിൽ ദിസ് ഈസ് ദ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ കർവ്. ഇനി ഇക്വിലിബ്രിയം ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് സപ്ലൈ കർവിൻ്റെയും ഡിമാൻഡ് കർവിൻ്റെയും ഹെൽപ്പോടുകൂടി ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാം, ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം എന്ന് നോക്കാം. ഇക്വിലിബ്രിയം പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഡിറ്റർമിൻഡ് ബൈ interaction of market demand and market supply. Very important topic ആണ്, എക്സാംസിനൊക്കെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. That means the interaction of market demand and market supply determine the equilibrium price of that commodity. It is determined at the point that where market demand equals market supply. ഈ പോയിന്റിൽ എപ്പോഴും മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആയിരിക്കും. ആ ഒരു പോയിന്റിലുള്ള പ്രൈസിനെയാണ് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വിളിക്കാൻ കഴിയുന്നത്. മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ദ ബയേഴ്സ് വിൽ ബി willing to buy and market supply is quantity that the sellers are willing to sell. ശരിയല്ലേ? നമ്മൾ കൺസ്യൂമേഴ്സ് ആയിരിക്കുമ്പോൾ ഏത് പ്രൈസിലാണോ കൺസ്യൂമേഴ്സ് കമ്മോഡിറ്റി വാങ്ങാൻ റെഡി ആകുന്നത്, അത് ആ പ്രൈസിൽ ഏത് പ്രൈസിലാണോ സെല്ലേഴ്സ് അത് സെല്ല് ചെയ്യാൻ സാധിക്കുന്നത്, ഈ പ്രൈസ് ആയിരിക്കും മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ പ്രൈസ് എപ്പോഴും അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ സപ്ലൈയും ഈക്വൽ ആയിരിക്കും. ഇനി ഇക്വിലിബ്രിയം പോയിന്റ് ഇസ് ദ പോയിന്റ്. എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പോയിന്റ് അറ്റ് വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഇന്റർസെക്ട് മാർക്കറ്റ് സപ്ലൈ കർവ്.
ഇത് ഈ പോയിന്റ് ഏത് പോയിന്റിലാണോ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈ ഇന്റർസെക്ട് ചെയ്യുന്നത്. ദ പ്രൈസ് അറ്റ് വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ ഈസ് ഇക്വിലിബ്രിയം. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് അറ്റ് ദിസ് പ്രൈസ് ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റിയിലായിരിക്കും, ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നും ഈ പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും നമുക്ക് വിളിക്കാം. അതായത് ഏത് പോയിന്റിലാണോ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റിന് ഇക്വിലിബ്രിയം പോയിന്റ് എന്നും ആ പോയിന്റിലുള്ള പ്രൈസിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും ആ പോയിന്റിലുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. നമുക്കൊരു ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ടെങ്കിൽ ദിസ് 3 ഈ ഒരു 3 എന്ന പ്രൈസിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 ഈസ് അവർ പ്രൈസ് ആൻഡ് 3 ഈസ് അവർ ദ സപ്ലൈ ആൻഡ് 3 ഈസ് ദ 30 is the supply and 30 is the demand of that commodity. ഇനി എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനി ടെമ്പററി ഡിസ്റ്റർബൻസ് ഇൻ ദ മാർക്കറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആൻഡ് ദ മാർക്കറ്റ് വിൽ കം ബാക്ക് ടു ദി ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ പറഞ്ഞല്ലോ. ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഡിമാൻഡിലോ അല്ലെങ്കിൽ സപ്ലൈയിലോ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ആ മാർക്കറ്റിൽ ഒരു ഇൻവിസിബിൾ ഹാൻഡിൻ്റെ വർക്കിലൂടെ ആ മാർക്കറ്റിൽ ആ ഇക്വിലിബ്രിയം പ്രൈസിലോട്ട് തന്നെ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സപ്പോസ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ഇൻക്രീസസ്, ഒരു എക്സാമ്പിൾ, പ്രൈസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദിസ് ക്രിയേറ്റ്സ് എക്സസ് സപ്ലൈ ഇൻ ദി മാർക്കറ്റ്. എക്സസ് സപ്ലൈ അതായത് മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് ഇക്വിലിബ്രിയം ഡിമാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ നിന്ന് കുറയും. പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. അന്നേരം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എത്ര സപ്ലൈ ഉണ്ട്? അപ്പോൾ ദിസ് മച്ച് എക്സ്ട്രാ സപ്ലൈ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു എക്സസ് സപ്ലൈ അവിടെ വന്നു. ഇൻ ഫിഗർ ഒ പി, ഇവിടെ ഒ ഉണ്ട്, ഒ പി ഇസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ടു ഒ പി 1, ഇത്രയും പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൺലി ഒ ക്യു 1 അല്ലേ. But the quantity supplied is OQ2. Here the excess supply is Q1, Q2. There will be unsold stock അല്ലേ. അങ്ങനെ ആകുമ്പോൾ എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺസോൾഡ് സ്റ്റോക്ക്, അതായത് ഡിമാൻഡ് ഇല്ലാതെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അൺസോൾഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് മാർക്കറ്റിൽ വന്നത്. ഇൻ ദ മാർക്കറ്റ് ഇറ്റ് കമ്പൽ ദ സെല്ലേഴ്സ്. ഈ ഒരു അൺസോൾഡ് സ്റ്റോക്ക് സെല്ലേഴ്സ് എന്ത് സംഭവിക്കും? ഈ അൺസോൾഡ് സ്റ്റോക്ക് എങ്ങനെയെങ്കിലും വിറ്റ് പോകാൻ വേണ്ടിയിട്ട് കമ്പൽ ചെയ്യും ടു റിഡ്യൂസ് ദ പ്രൈസ് ടു സെൽ എക്സസ് സപ്ലൈ. ഈ ഒരു എക്സസ് സപ്ലൈ പ്രൈസ് കുറച്ച് തന്നെ സെല്ല് ചെയ്യാനുള്ളൊരു കമ്പൽ അവിടെ വരുന്നുണ്ട്. ദസ് പ്രൈസ് വിൽ കം ബാക്ക് ടു ദി ഇനീഷ്യൽ പ്രൈസ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഒ പി പ്രൈസ് ആൻഡ് ഒ ക്യു ക്വാണ്ടിറ്റിയിൽ തന്നെ വരും. Another hand, if price decreases to OP2 ആണെങ്കിൽ, this is our equilibrium price and the price നമ്മൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ there will be excess demand. നമുക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്കോണമിയിൽ ആകെ ഇത്രയും സപ്ലൈ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൈസിൽ, ചെറിയ പ്രൈസിൽ നമുക്ക് ഇത്രയും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ കേസ് ഓഫ് എക്സസ് ഡിമാൻഡ് ടു എക്സ്റ്റെൻഡ് Q3 Q4 എന്നുള്ളൊരു പോർഷൻ, ഇത്രയും നമ്മൾ എക്സസ് ഡിമാൻഡ്. അപ്പോൾ ഹെൻസ് വേർ വിൽ ബി കോമ്പറ്റീഷൻ എമംഗ് ദ ബയേഴ്സ് ടു ബൈ മോർ. ഈ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് ഉള്ള ആളുകൾ ഉള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കാനുള്ളൊരു കോമ്പറ്റീഷൻ വരികയും ദിസ് പുഷസ് ദ പ്രൈസ് അപ്പ്. അതായത് ഈ ഒരു അവൈലബിലിറ്റി സപ്ലൈ കുറവായതുകൊണ്ട് ഉള്ള സപ്ലൈ കമ്മോഡിറ്റി സപ്ലൈന് ഹൈ പ്രൈസ് അല്ലെങ്കിൽ ആ ഇനീഷ്യൽ പ്രൈസിലോട്ട് തന്നെ എത്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ബാക്ക് ടു ദി ഒറിജിനൽ ലെവൽ ഓഫ് ഒ പി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരും. ഇതാണ് എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും ഒരു ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉള്ളത്. ഇനി ചേഞ്ച് ഇൻ ഡിമാൻഡ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഇക്വിലിബ്രിയം. അതായത് എന്തെങ്കിലും ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓർ സപ്ലൈ ഓർ ബോത്ത്, എങ്ങനെ ഡിമാൻഡിലോ സപ്ലൈയിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ പ്രൈസിന്, ഇക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വെൻ ഡിമാൻഡ് ഇൻക്രീസസ് ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. അങ്ങനെയല്ലേ, ഡിമാൻഡ് ഉള്ള നമ്മുടെ ഇക്വിലിബ്രിയം ഡിമാൻഡ് ഇതായിരുന്നു, ആ ഡിമാൻഡ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഡിമാൻഡ് കർവിന് കൊണ്ടുവരുന്നതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അന്നേരം ദസ് വെൻ ഡിമാൻഡ് ഇൻക്രീസസ് ഇക്വിലിബ്രിയം പ്രൈസ് ആസ് വെൽ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്,
ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓൾറെഡി നമുക്കതറിയാം ഇൻക്രീസ് ചെയ്തു. ഈ സപ്ലൈയിൽ തന്നെ ഇത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് അത്രയും സപ്ലൈയിൽ തന്നെ നമ്മൾ ആ സെയിം സപ്ലൈ കർവിൽ തന്നെ കൂടുതൽ പ്രൈസ് കൊടുത്ത് നമ്മൾ ആ ഇക്വിലിബ്രിയം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ദ ന്യൂ ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് OP1 ആൻഡ് ദ ന്യൂ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് OQ1. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസും ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. ഡിക്രീസ് ഇൻ സപ്ലൈ ആണെങ്കിൽ സപ്ലൈ ഡിക്രീസ് ചെയ്താൽ എന്താണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. സപ്ലൈ മീൻസ് അവൈലബിലിറ്റി ഓഫ് കമ്മോഡിറ്റി ഓർ സെല്ലേഴ്സ് നമ്മുടെ കമ്മോഡിറ്റി സെയിൽ ചെയ്യുന്ന ഒരു കാര്യം കുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് നമുക്ക് ഡിമാൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഡിമാൻഡ് ലൈനിൽ തന്നെ the new equilibrium point is E1. Here the decreases in supply curve shift leftward, new equilibrium is E1. Here equilibrium price increases to OP1. നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യും, കാരണം ഡിമാൻഡ് ചേഞ്ച് ഇല്ലാതെ സപ്ലൈ ആണ് കുറഞ്ഞത്. അതുകൊണ്ട് ഉള്ള സപ്ലൈ നമ്മൾ പ്രൈസ് കൂട്ടി നമ്മൾ കൊടുക്കും. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിക്രീസസ്. അപ്പോൾ നമുക്കറിയാം ക്വാണ്ടിറ്റി കുറയുന്നു, ഡിമാൻഡിൽ അനുസരിച്ചിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞതനുസരിച്ച് നമ്മുടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതും ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നതും കുറഞ്ഞു. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഡിക്രീസ് ഇൻ സപ്ലൈ വരുന്നത്. ഇനി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻക്രീസസ് ഈക്വലി ആണെങ്കിൽ, അതായത് സെയിം പ്രൊപ്പോർഷനിലുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് അതേ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ സപ്ലൈ ഇൻക്രീസ് ചെയ്താൽ the equal increase in demand and supply, there will not be any change in equilibrium price, but equilibrium quantity increases. അതായത് പ്രൈസ് സെയിം തന്നെ ആയിരിക്കും, നമ്മുടെ ഇക്കോണമിയിലെ സപ്ലൈയും നമ്മുടെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്താൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് സെയിം പ്രൈസിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു എക്സാമ്പിൾ ആണ്, ന്യൂമറിക്കൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഗിവൺ ആസ് ദിസ് ഈസ് അവർ ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് അവർ സപ്ലൈ ഫംഗ്ഷൻ. വാട്ട് വിൽ ബി ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്? ഫൈൻഡ് എക്സസ് ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ് 1 പ്രൈസ് ഈസ് ഈക്വൽ ടു 3. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എക്സാമിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ ആണ്. അതറിയാം നമുക്കപ്പം ഈ ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദിസ് സപ്ലൈ ഫംഗ്ഷൻ. ഇനി പ്രൈസ് 6 ആണെങ്കിൽ, ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് 6 ആണെങ്കിൽ, ടു ഫൈൻഡ് ഔട്ട് ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 38 എന്ന് ലഭിക്കും. ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ്, ദ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 38. when price is equal to 3 ആണെങ്കിൽ എന്താണ്? ഡിമാൻഡ് ഈസ് 44 ആൻഡ് സപ്ലൈ ഈസ് 29. അതായത് പ്രൈസ് 3ൽ ഡിമാൻഡും സപ്ലൈ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ എക്സസ് ഡിമാൻഡ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കൺസ്യൂമർ സർപ്ലസ്. എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ? അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പേ for a commodity and the price that they actually pay of a good is called consumer surplus. അതായത് ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യാൻ റെഡിയായ പ്രൈസിനേക്കാളും കുറവ് പ്രൈസിലാണ് അദ്ദേഹത്തിന് ആ കമ്മോഡിറ്റി ലഭിച്ചതെങ്കിൽ that is called consumer surplus. For example, suppose a person ready to pay this amount 1,500 for a shirt, but the actual price is 1,200. Hence the 300 the difference to 300 is called the consumer surplus. And in the diagram, the Q1, the first unit Q1, ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ Q1 എന്നുള്ളൊരു യൂണിറ്റിൽ അദ്ദേഹത്തിനൊരു ഹൈ യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഹീസ് റെഡി ടു പേ ദിസ് മച്ച് P1 എന്നുള്ളൊരു പ്രൈസിൽ അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ ഹീസ് റെഡി. സിമിലർലി സെക്കൻഡ് യൂണിറ്റ് ഈസ് റെഡി ടു പർച്ചേസ് P2 പ്രൈസിൽ തന്നെ സെക്കൻഡ് യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റിയും പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് ഇസ് ഹിയർ P* ഫോർ ദ എൻറ്റയർ ക്വാണ്ടിറ്റി Q*. ഇത്രയും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇത്രയും പ്രൈസേ വന്നിട്ടുള്ളൂ. പക്ഷേ കുറവ് ക്വാണ്ടിറ്റി ആണെങ്കിലും കൂടുതൽ പ്രൈസിൽ വാങ്ങിക്കാൻ അദ്ദേഹം റെഡി ആയിരുന്നു. പക്ഷേ അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ലെസ് പ്രൈസിൽ അദ്ദേഹത്തിന് അവൈലബിൾ ആയി. അതുകൊണ്ട് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ആൻ എമൗണ്ട് ODEQ ഇത്രയും
പ്രൈസിൽ ഇത്രയും ക്വാണ്ടിറ്റി അദ്ദേഹം വാങ്ങിക്കാൻ റെഡി ആയിരുന്നു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പി സ്റ്റാർ ഡി ഇ, ദിസ് ഏരിയ ഈസ് കോൾഡ് ദ ഡിഫറൻസ്. ഇത്രയും ഏരിയയിൽ നിന്ന് ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് വിളിക്കും. ഇനി പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം the difference between price at which producers are willing to sell a good and the price they actually receive from the consumer. അതായത് അദ്ദേഹം ഇത്ര പ്രൈസിലായിരുന്നു വില്ലിങ് ആയിരുന്നത് ആ കമ്മോഡിറ്റി സെയിൽ ചെയ്യാനായിട്ട്, പക്ഷേ he get more price. OS പ്രൈസിൽ അദ്ദേഹം വിൽക്കാൻ റെഡി ആയിരുന്നു, പക്ഷേ OP സ്റ്റാർ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ ഈ ഡിഫറൻസ് PS, this is the area of producer surplus. ഇനി ടാക്സേഷൻ ഈസ് എ സിസ്റ്റം. ടാക്സേഷൻ ആൻഡ് ഡെഡ് വെയ്റ്റ് ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാക്സേഷൻ ഈസ് എ സിസ്റ്റം കളക്ടിങ് റവന്യൂ ഫ്രം ദി ഇൻഡിവിജ്വൽസ്. ഒരു കമ്പൽസറി പേയ്മെൻ്റ് ആണ് അല്ലേ. നമുക്ക് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് റവന്യൂ ഈസ് ടാക്സേഷൻ ആണ്. ടാക്സ് വിൽ ചേഞ്ച് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ ടാക്സേഷൻ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയവും മാർക്കറ്റ് പ്രൈസും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. Increase the price buyers have to pay and decrease the price sellers is receive. ഇപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ദിസ് ഈസ് അവർ ഇക്വിലിബ്രിയം, പ്രീവിയസ് ഇക്വിലിബ്രിയം പോയിന്റ്. ടാക്സ് ഇമ്പോസ് ചെയ്ത സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസസ് ടു ദിസ് ഏരിയ, അതായത് പ്രൈസ് ബയേഴ്സ് ഹാവ് ടു പേ ദിസ് ഏരിയ ആയിട്ട് വരും. ആൻഡ് ഈ പ്രൈസ് സെല്ലേഴ്സ് റിസീവ് ചെയ്യുന്നൊരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിമാൻഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. പുതിയൊരു ഡിമാൻഡ് കർവ് ഇക്കോണമിയിൽ വന്ന് നമുക്ക് പുതിയൊരു ഇക്വിലിബ്രിയം വിത്ത് ടാക്സ് എന്നുള്ളൊരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. ദിസ് ഇസ് ദി ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇനി ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ ടാക്സ് കോസസ് ഡെഡ് വെയ്റ്റ് ലോസ് ടു ദി സൊസൈറ്റി. നമുക്കറിയാം ഒരു ഈക്വൽ നമുക്കൊരു മ്യൂച്വൽ ആയിട്ടുള്ള ബെനഫിഷ്യൽ ട്രേഡ് നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടായിരുന്നു. കൺസ്യൂമർ സർപ്ലസ് ഉണ്ട്, പ്രൊഡ്യൂസർ സർപ്ലസ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു റവന്യൂ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു മ്യൂച്വൽ റവന്യൂ അല്ലെങ്കിൽ മ്യൂച്വൽ ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു ട്രേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനിടയിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് വിളിക്കാം അതിനെ, ആ പ്രോബ്ലത്തെ. ഡെഡ് വെയ്റ്റ് ലോസ് ഡ്യൂ ടു ദ ടാക്സ് ഈസ് ലോസ് സോഷ്യൽ വെൽഫെയർ. സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഇക്കോണമിയിൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ഇവരുടെ സോഷ്യൽ വെൽഫെയറിനെ നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നു ബിക്കോസ് ഓഫ് ദ അല്ലെങ്കിൽ ഡ്യൂ ടു ദി ഇമ്പോസിഷൻ ഓഫ് ടാക്സ്. ഡെഡ് വെയ്റ്റ് ലോസ് ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഡയഗ്രാം. നമ്മളിത് നമുക്കറിയാം ഈ ഒരു ഏരിയ നമ്മുടെ കൺസ്യൂമർ സർപ്ലസും ഇതൊരു പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഏരിയ ആണെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസ് ചെയ്തു, പുതിയൊരു ഡിമാൻഡ് കർവ് ഇവിടെ വന്നു. ദിസ് ഈസ് അവർ ന്യൂ ഡിമാൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ അന്നേരം നമ്മുടെ പ്രൈസ് കൊടുക്കേണ്ടത് ഇതും പ്രൈസ് വാങ്ങേണ്ടത് ഇതാവും. അപ്പോൾ ഈ ഒരു BD എന്നൊരു ഏരിയയാണ് ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് റിഡ്യൂസസ് ടു ഇത്രയും ABC കൺസ്യൂമർ സർപ്ലസ് ആയിരുന്നു, പക്ഷെ ഇവിടെ B ഏരിയ ടാക്സുമായി A കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് കുറഞ്ഞു. ഇനി FDE ആയിരുന്നു പ്രൊഡ്യൂസർ സർപ്ലസ്, ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ D ടാക്സ് ആയിട്ടും F പ്രൊഡ്യൂസർ സർപ്ലസ് ആയിട്ടും റെഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ ഒരു CE എന്നുള്ളൊരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഒരു മ്യൂച്വൽ, ഇവിടെ കൺസ്യൂമർ വന്നു, ഇവിടെ ഗവൺമെൻറ് വന്നു, ഇവിടെ പ്രൊഡ്യൂസർ വന്നു, ഇവരൊരു മ്യൂച്വൽ ബെനഫിറ്റ് കുറയുന്ന രീതിയിൽ ഇവിടെ ഒരു CE വരുന്നുണ്ട്. എവിടെയും ടച്ച് ചെയ്യാതെ ആർക്കും യൂസ്ഫുൾ ആകാതെ ഒരു ട്രേഡ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ ട്രേഡിനെയാണ് CE എന്ന ഒരു പോർഷനിൽ വരുന്ന ഈ ട്രേഡിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് വിളിക്കുന്നത്, which is not appropriated by the government, consumer and producers. Thus this area CE is the dead weight loss due to tax in an economy.